ഇത് നല്ലൊരു പെരട്ടാണ്, ചിക്കനും ബീഫും ഒന്നുമല്ല, സോയ ചങ്ക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളിയായിട്ടോ, ഒരു രക്ഷയില്ല. ആദ്യം നമുക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഈ സോയ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം, എന്നിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിലോട്ടുള്ളൊരു മസാലപ്പൊടി റെഡിയാക്കാനുണ്ട്. കുരുമുളക് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, വലിയ ജീരകം ചെറിയ ജീരകം 1 ടീസ്പൂൺ വീതം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി സവോള വഴറ്റിയെടുക്കുക. ഒരു സവോള എണ്ണ എടുത്തിട്ടുള്ളത്, നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കുക. 2 തക്കാളി എടുത്തിട്ടുണ്ട്, വീണ്ടും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ, നന്നായിട്ട് ഉടഞ്ഞു വന്നോട്ടെ. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചല്ലോ, അതാണ് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. വേറൊന്നും ചേർക്കാനൊന്നുമില്ല, ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ബ്രേക്ക്ഫാസ്റ്റ് ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്